യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. നന്ദി കർത്താവേ, എന്നോട് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിന് ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാന്യ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ കൂടെ ഇരുന്ന് ഹല്ലേലൂയ നമ്മെ വഴി നടത്തിയ ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ ദൈവം മഹത്വങ്ങളിൽ വസിക്കുന്ന ദൈവമത്രേ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവമത്രേ. സ്തോത്രം. നാം നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. സ്തോത്രം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മെ കൈവിട്ട് കളയുകയില്ല. സ്തോത്രം. ഈ പകൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് സ്തോത്രം നമ്മെ ജയോത്സവത്തോടെ വഴി നടത്തും. സ്തോത്ര. ഹല്ലേലൂയ. മുന്നോട്ട് പോകണം, എങ്ങനെ പോകണമെന്ന് അറിയാതെ കാലുകൾ ഇടറുമ്പോഴും വഴി കാണിച്ചു തന്ന് ദൈവം നമ്മെ വഴി നടത്തും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നമ്മെ താങ്ങുന്ന ദൈവത്തിന്റെ കരം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. പലപ്പോഴും നമ്മെ താങ്ങാമെന്ന് പറയുന്നവരൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരൊക്കെയും സ്തോത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർ നമ്മെ വിട്ട് മാറിപ്പോകും. പക്ഷേ പ്രതിസന്ധിയിലും തകർച്ചകളിലും നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുകയും നമുക്ക് ശക്തി തന്ന് ജീവിതയാത്രയിൽ മുന്നോട്ടു പോകുവാനുള്ള പ്രചോദനം തരുന്ന ഒരു കരമുണ്ട്. അത് ദൈവത്തിന്റെ കരം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും പലപ്പോഴും, എന്നെ താങ്ങുവാനായിട്ട് ആരുമില്ല, എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ആരുമില്ല എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നും. പക്ഷേ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഈ പകൽക്കാലം സ്തോത്ര ആയിരിക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലം ആയിക്കൊള്ളട്ടെ, ഏത് തീയുടെ അനുഭവം ആയിക്കൊള്ളട്ടെ, എന്റെ സർവശക്തനായ ദൈവത്തിന്റെ കരം ആ പ്രതിസന്ധിക്ക് അവിടെ അകത്ത് നിന്ന് നിന്നെ പിടിച്ചു പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നിന്റെ തലമുറ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ദൈവം നിന്റെ തലമുറയെ കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരം ഒരിക്കലും പിൻവലിക്കത്തില്ല, നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആക്കുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ എന്നെ താങ്ങും. പ്രിയ ദൈവമക്കളെ, നമ്മൾ താങ്ങുന്ന ഒരു കരമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ കരത്തിന് എന്താണുള്ളത്? നീതിയുണ്ട്. അവിടെ വചനത്തിൽ എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് താങ്ങും. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ധൈര്യമായിരിക്കുക. സ്തോത്രം. ബലപ്പെട്ടിരിക്കുക. നമ്മെ താങ്ങുന്നത് ദൈവത്തിന്റെ നീതിയുള്ള വലം കൈ കൊണ്ടത്രേ. ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു, ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ആ താങ്ങുന്ന ദൈവത്തിന്റെ വലം കരം നമ്മുടെ കൂടെയുണ്ട്. നീ തളർന്നു പോകുമ്പോ, നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തില് നിന്നെ കരം പിടിച്ച് കയറ്റേണ്ടതിനായിട്ട്, അതേ സ്തോത്രം, നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന്, നിന്റെ പ്രതിസന്ധിയുടെ ആഴക്കടലിലെ നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോഴും സ്തോത്രം കരം തന്ന് നിന്നെ പിടിച്ചു കയറ്റുന്ന കർത്താവിന്റെ കര കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തെ നീ തളർന്നു പോകണ്ട. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നു, എന്റെ നീതിയുള്ള വലക്കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ കയ്യിൽ നമുക്ക് നീതി ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ദൈവത്തിന്റെ കരത്തിന്റെ ഒരു പ്രത്യേകത നീതിയുള്ള വലം കൈക്കൊണ്ട്. ഹല്ലേലൂയ. ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി
രക്തം വരെ ചിന്തിക്കൊടുത്ത അരിമരക്ഷകന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് തന്നെ ഇന്ന് പകക്കാൽ താങ്ങുവാനായിട്ട് ഇടയായിത്തീരുക. അതേ സ്തോത്ര വചനത്തിൽ ഇപ്രകാരം കാണും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. സ്തോത്ര. അപ്പൊ ഭ്രമിച്ചു നോക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ആ വിഷയത്തെ ഇവിടെ വചനത്തിൽ പറയുന്നു, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്നിട്ടാ പറയുന്നത്, എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് താങ്ങും. പ്രശ്നത്തിന്റെ മധ്യത്തെ, പ്രതിസന്ധിയുടെ മധ്യത്തെ, അതേ സ്തോത്രം, ആശ്രയിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോ, സഹായിപ്പാനായിട്ട് ആരുമില്ലാതിരിക്കുമ്പോ, പ്രിയ കുഞ്ഞെ നീ ഭയപ്പെടണ്ട, നീ ആകുലപ്പെട്ടു പോകണ്ട, നീ നിരാശപ്പെട്ടു പോകണ്ട. നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സ്തോത്ര ചേറ്റിന്റെ ആഴത്തിലേക്ക് നീ ആഴ്ന്നു പോകുമ്പോഴും സ്തോത്ര, സമുദ്രത്തിന്റെ ആഴത്തട്ടിലേക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോഴും അവിടെ കരം തന്ന് പിടിച്ചു കയറ്റുന്ന ദൈവത്തിന്റെ കര, അതെ, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന വലിയ പ്രശ്നമായിരിക്കാം. സ്തോത്ര. നിന്റെ തലമുറയുടെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം. സ്തോത്ര. അവർക്ക് സ്തോത്ര ആർക്കും അവരെ പിടിച്ചു പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ മധ്യത്തിലായിരിക്കാം ചിലപ്പോൾ അവർ കടന്നു പോകുന്നത്. പക്ഷേ ദൈവത്തിന്റെ കരം അവരെ ചിലതിനകത്തുനിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുവരും. സ്തോത്ര. വചനത്തിൽ ഇപ്രകാരം കാണുന്നു, എന്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു കൊണ്ട് പോകുന്നവൻ ആർ. സ്തോത്ര. കർത്താവിന്റെ കരത്തെ നിന്റെ തലമുറ ആയിരിക്കുമ്പോ ആ കരത്തിൽ നിന്ന് സ്തോത്രം ആർക്ക് തന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. അതേ വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവിടെ വചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 40-ാം അധ്യായത്തെ നമുക്ക് കാണുന്നു, 11-ാം വാക്യത്തെ. അതേ സ്തോത്രം, ഒരു ഇടയനെ അവൻ തന്റെ ആട്ടിക്കുട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് തോന്നുമ്പോ, പ്രിയതേ മക്കൾ, ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നിനക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയത്തില്ല, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് തോന്നുമ്പോ നിന്റെ ഭുജകരത്തിൽ, കർത്താവിന്റെ ഭുജകരത്തിൽ എടുത്ത് നിന്നെ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്ന അരുളി ചെയ്ത കർത്താവ്. ഇവിടെ വചനത്തിൽ കാണുന്നു, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. പ്രിയതേ മക്കൾ, ഈ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്, നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? ഈ പകൽക്കാലം നാം ഫ്രീ ആയിരിക്കുക. സ്തോത്ര. പലരുടെ കരങ്ങൾ സ്തോത്രം നമ്മൾ നോക്കുമ്പോ ആരും നമ്മെ സഹായിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടു പോകുമ്പോ, പ്രിയതേ മക്കളെ, നമ്മൾ ഭാരപ്പെടേണ്ട, നമ്മെ താങ്ങുന്ന ഒരു കരം നമ്മുടെ കൂടെയുണ്ട്, ഒരു ഭുജം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടി ആയാലും സ്തോത്ര, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരും. സ്തോത്ര. ആരും വിടിവിക്കാനില്ലായിരിക്കാം. സ്തോത്ര. കടന്നു പോകുന്ന ആർക്കും വിടിവിക്കാൻ പറ്റാത്ത പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും. പക്ഷേ ആ പ്രശ്നത്തിനകത്തുനിന്ന് നിങ്ങളെ വിടിവിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. നിങ്ങളുടെ കുടുംബത്തെ വിടിവിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. നീ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയുടെ ആഴത്തിൽ മുങ്ങിപ്പോകാത്തവണ്ണം നിന്നെ കരം പിടിച്ച് കയറ്റേണ്ടതിനായിട്ട്, സ്തോത്ര, നിന്നെ ഉറപ്പിച്ച് നിർത്തേണ്ടതിനായിട്ട് ആ കരം സ്വർഗ്ഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോ എബ്രായർ ബാലന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, വെല്ലുവിളിയുടെ മുമ്പാകെ അവർ നിൽക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? സ്തോത്രം. ആ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരാൾ ആരെന്ന, ദേവൻ ആരെന്ന ചോദിക്കുന്നത്. പക്ഷെ അവിടെ എബ്രായർ ബാലന്മാർ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ധൈര്യപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഏത് തീച്ചുളയുടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു കരമുണ്ട് കുഞ്ഞെ. ഈ പകൽക്കാലം നീ ഭാരപ്പെടേണ്ട. എല്ലാം പ്രതികൂലമായിരിക്കാം, എല്ലാം ഹല്ലേലൂയ സ്തോത്രം നിനക്കെതിരായിട്ടായിരിക്കാം നിൽക്കുന്നത്, നിനക്ക് അനുകൂലമായി
പൂർണ്ണമായിട്ട് ഒന്നും ചലിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര, ഏത് രാജാക്കന്മാരുടെ കയ്യിൽ നിന്നാകട്ടെ, ഏത് നിയമ കുരുക്കളുടെ കയ്യിൽ നിന്നാകട്ടെ, നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന എന്ത് രേഖയുടെ നടുവിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരിക. ആ ദൈവം നിന്നെ വിടുവിപ്പാൻ മതിയായ ദൈവമത്രേ. സ്തോത്രം. ആ കരത്തെ മടക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അതിനെ ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നവൻ ആർ? ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടിയ അതിനെ ആർക്കും മടക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തെ നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. തീയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ, 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്നു. എബ്രായർ ബാലന്മാരെ തീക്കകത്തേക്ക് കൊണ്ടിടാൻ പോയവർ ആ തീയുടെ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? കരിഞ്ഞു പോയെന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാ ആ എബ്രായർ ബാലന്മാരെ അതിനകത്തിട്ടപ്പോ നമുക്ക് കാണുന്നു, രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ 3 പേരെ അല്ലേ ഇട്ടാ, ഇപ്പോ 4 പേരെ. അതിൽ ഒരുവന്റെ രൂപം ദൈവപുത്രന് തുല്യനായവൻ. ഹല്ലേലൂയ. ആ തീയുടെ ശക്തി ഇവരുടെ ശരീരത്തിൽ ഏൽക്കാതോണ കെട്ട അഴിയപ്പെട്ടവനായി. ഹോ ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ചിലതിനകത്തേക്ക് നിന്നെ വലിച്ചിടുമ്പോഴും, നിന്നെ കെട്ടപ്പെട്ടവനായിട്ടിടുമ്പോഴും, നീ കെട്ടപ്പെട്ടവനായി അതിനകത്ത് കിടക്കാൻ അനുവദിക്കാതെ നിന്റെ കെട്ടിനെ അഴിക്കുവാൻ ഒരു കരമിറങ്ങും. അതാ സർവശക്തനായ ദൈവത്തിന്റെ കരം. ഒരു കരവും അതിനകത്ത് വെളിപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോ, ഒരു കരവും നിന്നെ കെട്ടിയ കെട്ടുകളെ അഴിക്കാൻ കഴിയാതിരിക്കുമ്പോ, അതേ സ്തോത്രം, മാനവരാശിയുടെ വീണ്ടെടുപ്പിനായിട്ട് കാൽവരി ക്രൂശി കരം നീട്ടിക്കൊടുത്ത ഒരു കരമുണ്ട്. സ്തോത്ര. ആ വലം കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ കെട്ടുകളെ അഴിക്കുവാനായിട്ട് ഇടയായിത്തീര, നിന്നെ സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയായിത്തീര. അതേ അവിടെ കാണുന്ന എബ്രായർ ബാലന്മാർ കെട്ടഴിയപ്പെട്ടവരായി അതിനകത്ത് നടക്കുന്നു. ഹല്ലേലൂയ. ആരാ കെട്ടഴിച്ചത്? ആരുടെ കരം അവിടെ ചലിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. ദൈവപുത്രന് തുല്യനായവന്റെ കരം അതിനകത്ത് ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്കെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചപ്പെടട്ടെ. അതേ ഹല്ലേലൂയ. കെട്ടപ്പെട്ടവനായിട്ട് നിന്നെ ഇടുമ്പോഴാ, അതേ നിന്റെ കെട്ടിനെ അഴിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അതിനകത്ത് ഇറങ്ങും. സ്തോത്രം. ഭാരപ്പെടണ്ട, ആകുലപ്പെടേണ്ട. നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. നിന്നെ തനിച്ച് വിടുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. അവിടെ സ്തോത്രം ആ എബ്രായർ ബാലന്മാരെ സ്വതന്ത്രരാക്കി അവരെ വിടുവിക്കുവാനായിട്ടിടയെ തീർന്നു. രാജാവ് ചോദിച്ച ഒറ്റ ചോദ്യമുള്ള, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനാ? നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളികൾ ശത്രു ഉയർത്തുമ്പോ എന്നെ നിന്ന് എങ്ങനെ നിനക്ക് വിടുവിക്കപ്പെടാൻ കഴിയും? നിന്നെ ആര് വിടുവിക്കാൻ ഇപ്പൊ ഇറങ്ങി വരുമെന്ന ചോദ്യങ്ങൾ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോ പറ, എന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു കരമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാം, ഏത് രോഗത്തിന്റെ നടുവിൽ നിന്നാം വിടുവിപ്പാൻ കഴിയുന്ന ഒരു കരമുണ്ടെന്ന് വിളിച്ചു പറയാതെ പൈതലേ. സ്തോത്ര. ആ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. യുദ്ധവീരനായിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. എബ്രായ ബാലന്മാരെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കടലിമേ നടക്കുന്ന ഒരു അനുഭവം അവിടെ പത്രോസിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുന്നു. യേശു കർത്താവ് 4 കടന്നു വരുമ്പോ ഭൂതമാണെന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ട് പേടിച്ചു വിളിക്കാനായിട്ട് ഇടയെത്തുന്നു. ഉടനെ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ധൈര്യപ്പെടുവിൻ. സ്തോത്രം. പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശുവാണ് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അതേ സ്തോത്രം പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഞാൻ കൂടെ അവിടെ കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് കടന്നു വരിക എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു. പ്രിയതേ മക്കളെ, സ്തോത്രം. ആ പേടിച്ച ആ ഒരു ടൈമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുങ്ങി തുടങ്ങുക, കർത്താവിനെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. പ്രിയദേവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ നിന്റെ പടങ്ങ് മുങ്ങിപ്പോകുന്ന രീതിയിൽ നിനക്കെതിരെ കാറ്റുകൾ ആഞ്ഞടിച്ചു നിൽക്കാം, നിന്റെ ഉള്ളിൽ ഭയം തട്ടിയെന്നിരിക്കാം, മുങ്ങിപ്പോകുമോ എന്ന് തോന്നിയിരിക്കാം.
അനുഭവിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ കർത്താവിന്റെ ശബ്ദം കേട്ട് നീ കർത്താവിന്റെ പാത അനുഗമിച്ചു കഴിഞ്ഞാൽ നീ മുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഉടനെ കരത്തിൽ പിടിക്കും. ഹല്ലേലൂയ. നിന്നെ മുക്കിക്കളയുന്ന ഒരു കർത്താവല്ല. അതേ സ്തോത്രം. വന്നു പോയല്ലോ, അവിശ്വസിച്ചത് കൊണ്ടാണല്ലോ എന്ന് അവിടുത്തെ റീസൺ ഒന്നും നോക്കാതവണ നീ മുങ്ങി തുടങ്ങുമ്പോഴും നീ മുങ്ങിപ്പോകാൻ ഇടയാകാതവണ നിന്നെ ചേർത്ത് പിടിക്കുന്ന, അതിനകത്തുനിന്ന് പിടിക്കുന്ന ഒരു കരമുണ്ട്. സ്തോത്രം. ഇവിടെ പത്രോസ് മുങ്ങിപ്പോകുവാൻ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവന്റെ കൈ പിടിച്ചു. അവിടെ വചനത്തിൽ കാണുന്നു, അവിടെ സ്തോത്രം ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഈ പകൽക്കാലം ധൈര്യമായിട്ടിരിക്കാമോ? പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷേ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്, നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു കരമുണ്ട്. പ്രിയ ദൈവത്തിലെ, നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ പ്രശ്നങ്ങളുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ നമ്മെ താങ്ങുന്ന ഒത്തിരി കരം കാണും. പക്ഷെ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരുമ്പോ ആ കരങ്ങളൊക്കെ പിൻവലിച്ചെന്നിരിക്കാം. പക്ഷേ പിൻവലിക്കാത്തൊരു കരമുണ്ട്. എന്റെ കർത്താവിന് പിൻവലിക്കാനായിട്ട് കഴിയില്ല. കർത്താവിന് പിൻവലിക്കണമായിരുന്നെങ്കിൽ കാൽവരി ക്രൂശിൽ വച്ച് കർത്താവിന്റെ കരത്തെ പിൻവലിക്കാമായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ കരം നീട്ടിക്കൊടുത്തു. എന്തിനു വേണ്ടി? ആ കൈകളിൽ ആ അണികൾ അടിക്കേണ്ടതിനായിട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. ആ കരം ഇനി ഒരിക്കലും പിൻവലിക്കത്തില്ല. പ്രിയ ദൈവത്തിലെ, നിന്നെ ഏത് പ്രതിസന്ധിയുടെ ആഴത്തിൽ നിന്ന് വിടിയിപ്പാന്റെ അപ്പന്റെ കരം നിനക്ക് വേണ്ടി നീട്ടിക്കൊടുത്തുവെങ്കിൽ, ആ അണികൾ അടിക്കപ്പെടേണ്ടതിനായിട്ട് നീട്ടിക്കൊടുത്തുവെങ്കിൽ, ഈ ലോക മനുഷ്യരുടെ കരങ്ങൾ നിനക്കെതിരായിട്ട് അതേ സ്തോത്രം ഹല്ലേലൂയ നീട്ടി നിനക്ക് അനുകൂലമായി ചലിക്കാതെ വേണ അവര് പിൻവലിപ്പിച്ചെന്നിരിക്കാം. സ്തോത്രം. പക്ഷെ പിൻവലിക്കാത്തൊരു കരമുണ്ട്. നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കരം, നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുവാനിടയെത്തുന്ന, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. അതേ ചേർത്തണയ്ക്കുന്ന ഒരു കരമുണ്ട്. പ്രിയ ദൈവത്തിലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ തളർന്നു പോകണ്ട, നീ ക്ഷീണിച്ചു പോകണ്ട, നീ അധൈര്യപ്പെട്ടു പോകണ്ട, നീ ഉറപ്പോടെ ആയിരിക്ക. നീ സ്തോത്ര ഹല്ലേലൂയ, കർത്താവിന്റെ ഭുജബലം നിനക്ക് വേണ്ടി ഉണ്ട്. സ്തോത്രം. ആ കരം നിന്നെ വിട്ടുമാറുകയില്ല. സ്തോത്രം. ആരൊക്കെ വിട്ടുമാറിയെന്ന് പറഞ്ഞാലും ആ കരം നിന്നെ ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ കൈകൾ ആണികൾ അടിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ആ കരം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്നു. സ്തോത്രം. ആ കരം കൊണ്ട് നിന്റെ പ്രയാസത്തിന്റെ മത്തിലൊന്ന് താങ്ങും. നീ ആശ്വാസമില്ലാതെ ഇരിക്കുമ്പോ, നിന്റെ ഭവനത്തിനകത്ത് പ്രയാസങ്ങൾ നീ അനുഭവിക്കുമ്പോഴും സ്തോത്ര ഹല്ലേലൂയ താങ്ങുവാനും ആശ്വസിപ്പിക്കുവാനും തലോടുവാനും ഉള്ള ഒരേ ഒരു കരമെന്ന് പറയുന്നത് എന്റെ നസ്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കരം മാത്രമത്രേ. പലരുടെ കരങ്ങൾ നീ നോക്കിയെന്നിരിക്കാം, അന്വേഷിച്ചെന്നിരിക്കാം. പക്ഷേ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ആരുടെ കരം നിനക്ക് വെളിപ്പെടും എന്നില്ല. പക്ഷേ വെളിപ്പെടുന്ന ഒരു കരമുണ്ട്. സ്തോത്രം. ആ കർത്താവിന്റെ കരം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, സകല ശത്രുവിന്റെ കരത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരേ ഒരു കരമെന്ന് പറയുന്നത് എന്റെ യേശു കർത്താവിന്റെ കരമത്രേ. ആ കർത്താവിന്റെ കരത്തിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ആരും ആശ്രയം ഇല്ലാതെ ഇരിക്കുമ്പോഴും പ്രിയതേമക്കെ നോക്കി നിൽക്കുന്നവർ ആശ്ചര്യപ്പെടുമാറ്. നിനക്കെന്തു വന്നു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർക്ക് ഭയം തട്ടത്തക്ക രീതി കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ ഭവനത്തിനകത്ത് വിഷയത്തെ തൊടേണ്ടതിനായിട്ട്, നിന്റെ തലമുറയെ കർത്താവ് വിടിവിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ നീ കടന്നു പോകുന്ന സാമ്പത്തികമായ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നിന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ഓ ജീസസ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ ദൈവത്തിലെ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. നിന്നെ മനസ്സുകൾ തകർന്നു പോകുമ്പോ, നിനക്കെവിടേക്ക് ഈ ക്ഷീണങ്ങൾ തൊട്ടുമ്പോ, നിന്റെ കാലുകൾ ഇടറുമ്പോ ഹല്ലേലൂയ ചില വാക്കുകൾ, ചില പ്രവർത്തികൾ, ചില സമ്മർദ്ദങ്ങൾ ഹല്ലേലൂയ നിന്നെ തളർത്തിക്കളയുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ നിന്നെ താങ്ങി തന്റെ ഭുജബലത്തിൽ നടത്തുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ഭയപ്പെടണ്ട, ആകുലപ്പെട്ടു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. സ്തോത്രം. നീ ഒറ്റയ്ക്കല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. ആരും നമ്മെ സഹായിപ്പം കഴിയത്തില്ല. പക്ഷേ അവിടെ നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരമുണ്ട്. നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുന്ന ഒരു കരം. ഹല്ലേലൂയ. അടുത്തവിടെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നു, ഒരിക്കലും പിൻവലിക്കാത്ത ഒരു കരം. ഹല്ലേലൂയ.
നിന്റെ കണ്ണുനീറുകളെ തുടയ്ക്കുവാൻ, നിന്റെ വേദനകൾക്ക് കർത്താവ് വിടുതൽ തരുവാൻ. ഹല്ലേലൂയ. അടിപ്പിണരാളുള്ള സ്വർഗത്തിലെ കർത്താവിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുക. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്തേക്ക് ആ കരം ചലിക്കുക. സ്തോത്രം. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തേക്ക് ആ കരം ഇറങ്ങി വരിക്കുക. നിന്റെ തലമുറകളെ തൊടേണ്ടതിനായി കർത്താവിന്റെ കരം ഇറങ്ങി വരിക്കുക. നീ അനുഭവിക്കുന്ന ചില സമ്മർദ്ദങ്ങളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ചില നെടുവീർപ്പിന്റെ നടുവിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ നടുവിൽ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട് ആ സ്വർഗത്തിലെ കർത്താവിന്റെ കരം നിന്നെ തേടി വരിക. ഹല്ലേലൂയ. ജീസസ്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല. സ്തോത്രം. നീ ഏകനല്ല. സ്തോത്രം. നിന്റെ കൂടെ കർത്താവുണ്ട്. സ്തോത്രം. നിന്നെ ഒറ്റയ്ക്ക് വിടാത്തൊരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളെയും മറികടന്ന് നിന്നെ പിടിച്ചു നിർത്തേണ്ടതിനായിട്ട്, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ഒരു കേടും പറ്റാതെ വേണം നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. എല്ലാ കരം നിനക്ക് വിപരീതം തീരുമ്പോഴും അനുകൂലമായി വെളിപ്പെടുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ആ ഉള്ളംകരത്തിൽ എത്രേ നീ ആയിരിക്കുന്നത്, ആ ഉള്ളംകരത്തിൽ നീ സുരക്ഷിതമാണ്. ആ കരത്തിൽ നിന്ന് ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ഈ പ്രഭാതി ഞാൻ പറയട്ടെ, നിന്നെ താങ്ങുന്ന ഒരു ഭുജബലമുണ്ട്. നിന്നെ താങ്ങുന്ന ഒരു ഭുജബലമുണ്ട്. പ്രിയ കുഞ്ഞെ, നീ ഭാരപ്പെടണ്ട. ഏത് പ്രതിസന്ധിയുടെയും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കാമോ ഈ പകൽക്കാലം? സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരത്തിന്റെ കീഴിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഏത് തീച്ചൂളയുടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സ്തോത്ര കർത്താവിന്റെ കരം. ഇബ്രായർ ബാലന്മാരെ തീച്ചൂളയുടെ നടുവിൽ നിന്ന് ഒരു കേടും പറ്റാതെ വിടുവിച്ച ദൈവം. പത്രോസ് മുങ്ങിപ്പോകുമെന്ന് തോന്നിയപ്പോ കൈനീട്ടി പിടിച്ചതായ കർത്താവിന്റെ കരം. തീയുടെ ശക്തി വർദ്ധിക്കുന്നുണ്ടായിരിക്കാം, മുങ്ങിപ്പോകുമെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് നിന്ന് എനിക്കിനി മുന്നോട്ട് വരാൻ കഴിയത്തില്ല, ഇതെന്റെ തകർച്ചയാ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആ തകർച്ചയിൽ നിന്ന്, നിന്റെ ശൂന്യതയിൽ നിന്ന് നിന്നെ കയറ്റുന്ന കർത്താവിന്റെ കരം, ആ കരം നിന്റെ കൂടെ ഇരിക്കും കാലം നീ ഒരിടത്തും പരാജയപ്പെടുകയല്ല, നീ തകർന്നു പോകുകയല്ല, നീ തലകുനിയാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, താങ്ങുന്ന ഒരു ഭുജകരമുണ്ട്, താങ്ങുന്ന ഒരു ഭുജകരമുണ്ട്. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്നെ താങ്ങാൻ ആരുമില്ലായിരിക്കാം, നിന്റെ കുടുംബത്തെ താങ്ങി നിർത്താൻ ആരുമില്ലായിരിക്കാം. നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ആർക്കും നിന്നെ താങ്ങാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം. പക്ഷേ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കാമോ? തീച്ചൂളയുടെ അകത്തേക്ക് കർത്താവിന്റെ കരം ഇറങ്ങി കെട്ടഴിച്ച് ബാലന്മാരെ സ്വതന്ത്രരാക്കി വിട്ടു. ആ കർത്താവിന്റെ കരം ഇന്ന് നിന്റെ അനുഭവിക്കുന്ന തീയുടെ ശക്തിക്കകത്ത് നിന്ന്, നീ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് കർത്താവിന്റെ കരം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്ര. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ച ഭാഗത്ത് ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതേ സ്തോത്രം. അവരെ വിടുവിച്ചതായ ദൈവം കുഞ്ഞാടുകളെ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 10ാം വാക്യത്തിൽ ഇതാ യഹോവേ കർത്താവ് ബലശാലിയാ വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവന്റെ പക്കൽ, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലം കർത്താവിന്റെ കയ്യിലുണ്ട്. ആ കൈ കൊണ്ട് നിനക്ക് വേണ്ട പ്രതിഫലം തരും. ലോകം നിനക്ക് പ്രതിഫലമായിരിക്കില്ല തരുന്നത് നീ ചെയ്യുന്നത്, പക്ഷേ കർത്താവിന്റെ കരത്തിലുണ്ട്. കർത്താവിന്റെ കരം ഉയർന്നിരിക്കുന്നു. കർത്താവിന്റെ വലങ്കെ വീര്യം പ്രവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരും സഹായമില്ലാതിരിക്കുമ്പോഴും മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടുമാറ് ചുറ്റും നിൽക്കുന്നവർ ഭയപ്പെടത്തക്ക രീതി കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് കർത്താവ് നിന്നെ വിടിവിപ്പാൻ മതിയായവനത്രേ. ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. കർത്താവിന്റെ കരത്തിന്റെ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ തരുന്നു. അപ്പായേ, ഞങ്ങളുടെ താങ്ങുന്ന ദൈവത്തിന്റെ കരം പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും തീയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ആരും ഞങ്ങളെ താങ്ങാനില്ലാതിരിക്കുമ്പോൾ ഒരിക്കലും പിൻവലിക്കാത്തൊരു കരം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞങ്ങളുടെ ഭുജബലത്താ താങ്ങുന്ന ദൈവത്തിന്റെ കരം തന്റെ ജനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ പകൽക്കാലം
അങ്ങയുടെ പൂച്ചക്കരത്താൽ അവരെ താങ്ങി നടത്തണമേ. കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി ചലിക്കട്ടപ്പ. ഈ പകൽക്കാലം താങ്ങുന്ന ഒരു കരം സ്വർഗത്തിൽ ഇറങ്ങട്ടെ. ഏത് പ്രതിസന്ധിക്കകത്ത് മുങ്ങിപ്പോകാതെ വേണം. അതിനകത്തുനിന്ന് പിടിച്ചു കയറ്റുന്ന കർത്താവിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. അത്ഭുതമായി വെളിപ്പെടട്ടെ. അങ്ങയുടെ കരത്തിന്റെ സ്പർശനം തന്റെ ജനം തിരിച്ചറിയട്ടെ. അവരായിരിക്കുന്ന രോഗക്കിടക്കമേൽ, അവർ കടന്നുപോകുന്ന പ്രയാസഘട്ടത്തിൽ, അവർ കടന്നുപോകുന്ന തകർച്ചയിൽ, അവരനുഭവിക്കുന്ന ശൂന്യതയുടെ മധ്യത്തിൽ ആ കർത്താവിന്റെ കരത്തിന്റെ ബലം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനം തിരിച്ചറിയട്ടെ. കർത്താവേ, ഈ പൽക്കാലം തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യണം. അങ്ങോട്ട് നീട്ടിയ പൂച്ചം കൊണ്ട് തന്റെ ജനത്തെ തലോടി കർത്താവെ ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.